എന്നാലും അമ്മമ്മേ എനിക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മമ്മേരെ സുഹൃത്തിനെ ഇതുവരെ അമ്മമ്മ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ. അതെ മക്കളെ, അമ്മമ്മ സത്യം പറയുന്നേ. അമ്മമ്മേരെ കല്യാണത്തിന് ശേഷം ഇന്ന് വരെ എന്റെ കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അവള് താമസിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം, പക്ഷെ വീടൊന്നും അറിയത്തില്ല മക്കളെ. എന്നാലും അമ്മമ്മക്ക് കാണാൻ ആഗ്രഹമില്ലേ അമ്മമ്മേരെ സുഹൃത്തിനെ? കാണാൻ ആഗ്രഹം ഇല്ലെന്നോ? നിന്റെ അപ്പൂപ്പനടുത്ത് എന്തോരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാവോ? അപ്പൂപ്പ കേക്കണ്ടേ? എന്റെ അമ്മമ്മേ, നമുക്ക് അമ്മമ്മേരെ സുഹൃത്തിനെ കാണാൻ പോയാലോ? അത് കൊള്ളാം. എവിടെയെന്ന് വെച്ചാ പോയി കാണാനോ മക്കളെ? അതൊന്നും നടക്കണ കാര്യങ്ങളല്ല. അമ്മേ നടക്കമ്മേ, നമ്മൾ ശ്രമിച്ച് നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എങ്ങനെ ഇപ്പൊ കണ്ടുപിടിക്കാ? അമ്മമ്മ സ്ഥലം പറഞ്ഞു തന്നാ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നു കൊച്ചേ, നീ ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാൻ എന്റെ സുഹൃത്തിന്റെ വീട്? അമ്മമ്മേ അതിലേക്ക് ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഉള്ളത്. നമ്മൾ ഫോൺ എടുത്ത് ചടിച്ചു കൊടുത്താൽ മതി. ആ സ്ഥലം, ജില്ലയും പഞ്ചായത്തും എല്ലാം കാണിച്ചു തരും അമ്മമ്മേ. അതെത്താ കുന്ത്രോട്ടാണ് മക്കളെ അത്. എന്റെ പൊന്നമ്മേ, അതിനാ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നേ. അതിന് എവിടെ പോയി മേടിക്കും? കടയിൽ പോയി വാങ്ങിക്കാൻ പറ്റുമോ? അയ്യോ, ഈ അമ്മമ്മയെ കൊണ്ട് തോറ്റിനെ. എന്റെ പൊന്നമ്മേ, അമ്മമ്മ സ്ഥലം പറഞ്ഞു തന്നാ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റ്. ശരി ശരി, ഇനി നമുക്ക് പോയാലോ കാണാൻ? ചാച്ചി മരത്തിന്റെ വണ്ടേ ഇരിക്കണ. മാറിയിരിക്കാം അമ്മമ്മ അങ്ങോട്ട്. കൊച്ചേ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ തട്ടാൻ ഞാൻ ചെണ്ടയാണോ? അമ്മമ്മ എന്തിന് വഴി കയറി ഇരിക്കണത്? നിനക്ക് ഇത്രയും സ്ഥലം കിടന്നു പോരെ? പോരാ ചാച്ചി, എനിക്ക് മരത്തിന്റെ വണ്ടേ കയറണം ചാച്ചി. നീ പോച്ചേ, ഞാൻ അമ്മയുടെ തല്ലി കിട്ടാൻ വേണ്ടി എല്ലാം പ്ലാൻ കൊണ്ട് വരികയാണ് അവള്. എനിക്ക് മരത്തിന്റെ വണ്ടേ കയറാ. ഒരിടത്തും കയറ്റണ്ട, അവളെ താഴെ നിന്നാ മതി. ഇനി ഇടി കിട്ടണോ എന്റെ കയ്യിന്ന്? ഇങ്ങോട്ട് ഇടിക്കാവാ, ഞാൻ കാണിച്ചു തരാം ഞാൻ. ഓ തുടങ്ങി അമ്മമ്മയും ചെറുകുട്ടിയും. എന്റെ പൊന്നമ്മേ, അമ്മ പോയി റെഡിയായേ, നമുക്ക് പോണ്ടേ സ്ഥലത്ത്. അയ്യോ, അമ്മ വന്ന് മറന്നുപോയി മക്കളെ. ചേച്ചി ചേച്ചി, അമ്മമ്മ എവിടെ പോണേ? അതൊക്കെ ഒരു കഥയാണ് മക്കളെ, കഥ. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാനും വരണം നിങ്ങളെ കൂടെ. പക്ഷേ അടങ്ങി അതിവിടെ വീട്ടിൽ ഇരുന്നോളാം. ഇരിക്കൂല, ഇരിക്കൂല. എന്റെ ദൈവമേ, എന്നതാ ബഹളം ഇവിടെ? എവിടെ കേൾക്കാം നിങ്ങളുടെയൊക്കെ സൗണ്ടുകള്? അമ്മേ, ഈ അമ്മമ്മ വർഷ ചേച്ചി എവിടെ പോണ അമ്മേ? എവിടെ പോണു? എവിടെ പോണു വർഷ നിങ്ങളെ? ഞാനൊന്ന് താഴെ വന്നോട്ടെ അമ്മേ. എന്റെ പൊന്നമ്മേ, ഞാൻ അമ്മമ്മയുടെ ഒരു സ്ഥലം വരെ പോവാ. അത് എവിടേക്കെന്നാ ചോദിച്ചേ? എന്റെ പൊന്നു കുഞ്ഞെ, എന്റെ ഒരു സുഹൃത്തിന്റെ വീട് വരെ പോവാ. സുഹൃത്തോ? അമ്മയ്ക്ക് ഏത് സുഹൃത്താ ഉള്ളത്? സുഹൃത്തിന്റെ വീട്ടിലാ? സുഹൃത്തിന്റെ വീട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടും. അമ്മമ്മേ അമ്മമ്മേ, ഞാനും വരുന്നു അമ്മമ്മേ. അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോളാം, ഞാൻ കൊണ്ടുപോകുന്ന വിചാരിക്കണ്ട. പൊന്നമ്മേ, ഒന്ന് കാര്യം പറ അമ്മേ. എന്റെ പൊന്നു കൊച്ചേ, എന്റെ പണ്ടത്തെ ഒരു സുഹൃത്തുണ്ട് രുക്മിണി. അവളുടെ വീട്ടിലൊന്ന് പോണോന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. രുക്മിണിയോ? എന്റെ ദൈവമേ, ഏത് രുക്മിണി? അയ്യേ, യാഥാ പഴഞ്ച അമ്മമ്മേടെ വീട്ടിലാണോ പോണേ? ഞാൻ വരണില്ല. എന്താടി നീ വരാത്തെ? പഴഞ്ച അമ്മമ്മയ്ക്കൊന്നും ജ്യൂസ് ഒന്നും അടിക്കാൻ അറിഞ്ഞുകൂടാ. അയ്യേ, ഞാൻ വരണില്ല. നീ വരാത്തതാ നല്ലത്. ആ രുക്മിണിയുടെ സ്ഥലം എനിക്കറിയാം, വീടൊന്നും എനിക്കറിയത്തില്ല. പിന്നെ വർഷ പറഞ്ഞ എന്തോ ഒരു സാധനം വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞായിരുന്നു. എന്തോ സാധനം വർഷേ? അതമ്മേ, ഗൂഗിൾ മാപ്പ്. ഗൂഗിൾ മാപ്പ്? നിനക്കെന്താ വർഷേ, പട്ടങ്ങാനുണ്ടോ? മക്കളെ, ആ സാധനം വെച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? എന്റെ പൊന്നമ്മേ, ഇവിടെ വാക്ക് കെട്ടണം. അമ്മ ഇവിടെ നിന്ന് പോവല്ലേ അമ്മേ? അമ്മ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നതാണ് അമ്മമ്മേ. അമ്മമ്മ വിശ്വസിക്കരുത്. അതൊന്നും സാരമില്ല മക്കളെ. ഏതായാലും എനിക്ക് ഒരാഗ്രഹം, രുക്മിണി ഒന്ന് കാണണമെന്ന്. ഏതായാലും ഞങ്ങളൊന്ന് പോയിട്ട് വരാം. എന്റെ പൊന്നമ്മേ, ഊരും പേരൊന്നും അറിയാതെ അമ്മ ഇവിടെ നിന്ന് പോവരുതെന്നാ ഞാൻ പറഞ്ഞത്. അത് മിണ്ടാതിരിക്കും സീതേ. ഒരു യാത്ര പോകുമ്പോ ഇങ്ങനെയാണോ പറയുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കാം അമ്മമ്മേ. എന്റെ ദൈവമേ, മനോട്ടനെ വിളിക്കട്ടെ. അച്ഛൻ പറഞ്ഞു, അച്ഛൻ പോകാനേ പറയത്തുള്ളൂ അമ്മ. പെണ്ണെ, നീ ആരോ കുരുപ്പുണ്ടാക്കി അമ്മ ഓരോന്നിങ്ങനെ പറഞ്ഞു വിടുന്നത്? അവളൊന്നും പറഞ്ഞൊന്നുമില്ല, എനിക്ക് രുക്മിണി കാണണമെന്ന് പറഞ്ഞത്. എന്റെ ഈശ്വര, ഇത് രണ്ടിന്റെ എന്തോന്ന് പുറപ്പാടാണ് എന്ത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവത്തില്ല. ആ വർഷം ഇങ്ങോട്ട്. അമ്മേ പോയിട്ട് വരാമേ, ബൈ. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അമ്മേ. മാറി നിന്നേ അങ്ങോട്ട്. അമ്മേ, അമ്മ അല്ല അച്ഛൻ. ദൈവമേ, മനോട്ടൊന്ന് വിളിക്കട്ടെ. അമ്മ നമ്മക്കും കൂടെ പോവാമേ അമ്മമ്മേരെ കൂടെ. മിക്കവാറും പോവേണ്ടി വരും മക്കളെ. അച്ഛനെ ഞാൻ ഒന്ന് വിളിക്കട്ടെ. ദൈവമേ, മതിയോ പൗഡർ? മതിയല്ലോ അമ്മമ്മേ, ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേഗം വാങ്ങോട്ടെ. ആരും കാണാതെ ചേച്ചി, ചേച്ചി എവിടെ പോവാ? ഞങ്ങളൊരു വലിയ യാത്രയിലാണ്ടി, ഞാനും അമ്മമ്മയും കൂടാ. യാത്രയിലോ? എന്താ യാത്ര? ഇതൊന്നും നിനക്കിപ്പോ പറഞ്ഞ് മനസ്സിലാവത്തില്ല, കാരണം നീ കൊച്ചു കുട്ടിയാ. ഞാൻ പോയിട്ട് അതിന്റെ എല്ലാ കഥയും പറഞ്ഞുതരാം. പറ ചേച്ചി, എവിടെ പോകുന്നേ? എടി അതാ പറഞ്ഞ, നിനക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞ് മനസ്സിലാവത്തില്ല, കാരണം നീ കൊച്ചു കുട്ടിയാ. എന്നെ കൂടെ കൊണ്ടുപോവാവോ? ഏയ്, ഇത് ഞാനും അമ്മമ്മ മാത്രം പോകുന്നൊരു ടൂറാ. ടൂറോ? ടൂറെന്ന് വെച്ചാ ടൂറല്ല, വേറൊരു യാത്ര. എന്നെ കുഴപ്പിക്കാൻ നിൽക്കുക. ആരൊക്കെയാ പോകുന്നേ? ഞാനും അമ്മമ്മയും കൂടാ. അമ്മമ്മയും ചേച്ചി മാത്രോ? അല്ല, ഈ പഞ്ചായത്തിലെ എല്ലാരും ഉണ്ടെന്ന് വരുന്നോ? പറ ചേച്ചി, ആരൊക്കെയാ പോകുന്നേ? ഓ, ഈ പെണ്ണിനെ കുറിച്ച് എനിക്ക് വയ്യ. എനിക്ക് ചേച്ചി പ്ലീസ്, എവിടെ പോണെന്നൊന്ന് പറ ചേച്ചി. ഇതിട്ട്
പറഞ്ഞിട്ട് പോവാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ആ പിന്നെ അമ്മമ്മയുടെ ഒരു സുഹൃത്തുണ്ട്, രുക്മിണി എന്ന് പറയുന്ന അമ്മമ്മയുടെ. ആ അമ്മമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ പോകുന്നേ. അത് ഒരുപാട് ദൂരെയാ. എങ്ങനെയാ പോകുന്നേ? അത് ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയാ പോകുന്നേ. ഒരുപാട് ദൂരം ഉണ്ടെന്ന് അമ്മമ്മ പറഞ്ഞത്. ചേച്ചി ഞാനും വരുന്നേ ചേച്ചി, എന്നോട് കൊണ്ടുപോയ ചേച്ചി. നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അമ്മമ്മ പറഞ്ഞു ഞാൻ അമ്മമ്മ മാത്രമേ പോകുന്നേ. നീ എവിടെ പോവാ? അമ്മമ്മയോട്ട് പോയി ചോദിക്കട്ടെ, ഞാൻ വരട്ടെ. നിക്കില്ല. ദൈവമേ, ഈ പെണ്ണ് അമ്മമ്മയെ സോപ്പിട്ട് അമ്മ ഈ പെണ്ണും കൂടെ കയറി വരുമല്ലോ ഇപ്പൊ. അമ്മമ്മയെ സോപ്പിട്ട് ഒരുപാട് ഡ്രിങ്ക്സും ഐസ്ക്രീം ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചതാ. ദൈവമേ, അമ്മമ്മ സമ്മതിക്കല്ലേ ഈ കുരിപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. അതേ മനുവേട്ടാ, ഈ അമ്മയെ വർഷങ്ങളെ പോകേണ്ടതാ തുള്ളിക്കൊണ്ട് നിൽക്കുക. എന്ത് ചെയ്യട്ടെ? അയ്യോ, വഴിയും കോപ്പം ഒന്നും അറിയത്തില്ല. ആ വർഷ ഓരോന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുന്നേ. എന്തോ ഗൂഗിൾ മാപ്പ് വഴി കണ്ടുപിടിച്ച് കൊടുക്കാന്ന് അന്നത്തൊക്കെ പറയുന്നുണ്ട്. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയത്തില്ല. മനുവേട്ടാ ഒന്ന് വരാൻ പറ്റും ഇങ്ങോട്ട്? ഉച്ചയ്ക്ക് ലീവ് എടുക്കും മനുവേട്ടാ. ഷോ, ഇനി എന്താ ചെയ്യാ? ഞാനിവിടെ പോവാനോ? എന്റെ ദൈവമേ, ഇനി പിള്ളേരെല്ലാം പിറകിക്കൊണ്ട് പോണ്ടേ ഇനി? ആ ശരി ശരി, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? അമ്മയെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ അങ്ങ്? ആ എങ്കിൽ ശരി, എങ്കിൽ ഞാനിവിടെ പോയിട്ട് വരാം. അമ്മേ, അമ്മ വർഷിച്ച് എവിടെ അമ്മ പോകുന്നേ? ആ കാര്യം ഇവിടെ പറയരുത്, എന്റെ കൈ നമ്മള് നല്ല വേടിക്കും. അമ്മ അവിടെ ഒരുങ്ങി റെഡിയാക്കി നിൽക്കുന്ന അമ്മേ. കാര്യം ചെയ്, നീ പോയി റെഡിയാവ്. അച്ഛൻ പറഞ്ഞു ഞങ്ങളോട് പോവാൻ പറഞ്ഞു, അമ്മമ്മ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് പറഞ്ഞു. ശരി അമ്മേ, ഞാൻ ഇപ്പൊ റെഡി ആയതേ ഉള്ളൂ അമ്മേ. എനിക്ക് ഡ്രസ്സൊക്കെ മതി അമ്മേ. അമ്മേ, അമ്മമ്മ റെഡിയായോ? ഇത് പൊന്നു വർഷേ, നിനക്ക് എന്തിന്റെ കേടാ വർഷേ? ഇത് പൊന്നമ്മേ, അമ്മമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണല്ലേ അമ്മേ? അമ്മ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോവാന്ന് പറഞ്ഞു. നിനക്ക് ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ നിന്നൂടെ കൊച്ചേ? എന്താ ഞങ്ങൾ വന്നാ കുഴപ്പം? അല്ല ഞങ്ങളെന്ന് വെച്ചാ ഈ ചിത്ര അമ്മ ഞാൻ പറഞ്ഞത്. ആ ചിത്ര മാത്രല്ല, ഞങ്ങൾ എല്ലാരും വരുന്നുണ്ട് നിന്റെ കൂടെ. എല്ലാരും വരുന്നോ? ചേച്ചി വന്നങ്ങനെ അടിച്ചു പൊളിക്കുന്നത് കേട്ടാ. പോവാ മക്കളെ. ആ അമ്മേ, മനോട്ട വിളിച്ചായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് വിടണ്ട, ഞങ്ങൾ കൂടെ വരാൻ പറഞ്ഞായിരുന്നു. അത് മക്കളെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവത്തില്ലേ? ഞാൻ വർഷയോട് പോയിട്ട് സുഖമായിട്ട് വരായിരുന്നല്ലോ. ആ മനോട്ട് പറഞ്ഞു ഞങ്ങളെ കൂടെ വന്നാ മതി, ഞങ്ങളോട് വരാൻ പറഞ്ഞു. അമ്മ ഒരു കാര്യം ചെയ്യ്, വെയിറ്റ് ചെയ്യ്, ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. വേഗം പോയി റെഡി ആവമ്മേ. എന്തോന്നിന് കേടാ കാണിക്കുന്നേ? നീ എല്ലാവരും പറക്കി നോക്കിയിട്ടുണ്ട് വരാനുള്ള പ്ലാനിങ് ആണെന്നാണ് തോന്നുന്നത്. ഷോ, അപ്പോഴേ നമുക്ക് പറയാൻ നിങ്ങൾക്ക് പോയാൽ മതിയായിരുന്നു അമ്മമ്മേ. അമ്മമ്മേ, അമ്മമ്മ കൊള്ളാം അമ്മമ്മേ. എന്നിട്ട് എന്റെ അടുത്തൊരു വാക്ക് അമ്മമ്മ പറഞ്ഞില്ലല്ലോ. അത് മക്കളെ, വർഷ പറഞ്ഞ് വർഷയ്ക്ക് എന്തോ സാധനം വെച്ച് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ സ്ഥലം, അതിനെ കൊണ്ട് നമ്മൾ അങ്ങ് പോകാന്ന് വിചാരിച്ച്. എന്നാലും അമ്മമ്മ എന്നെ ചതിച്ചല്ലോ. അമ്മമ്മേ, ഈ പിള്ളേർ വന്നാ ഇനി എന്തായിരിക്കും അമ്മമ്മ അവസ്ഥ? ഷോ, ഐസ്ക്രീം ഒക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ച് പോവാന്ന് വിചാരിച്ചതാ. അങ്ങനെ ഒറ്റയ്ക്ക് രണ്ടാന്ന് വിചാരിച്ചല്ലേ? ചമ്മിപ്പോയി ഒരാൾ, ചമ്മിപ്പോയി. ഇവിടെ കുരങ്ങി എന്റെ കൈ നല്ല മേടിക്കും കേട്ടാ. പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവല്ലേ? പൊന്നു പിള്ളേരെ ഒന്ന് നേരത്തെ അങ്ങോട്ട്. ആ എല്ലാരും വരണമെങ്കിൽ വരട്ടെ മക്കളെ, നല്ല രസമായിരിക്കും. ഒരുമിച്ച് പോയിട്ട് വരാം. ഷോ അമ്മേ, ഒറ്റയ്ക്കൊന്ന് ജ്യൂസും കുടിച്ച് ഐസ്ക്രീമൊക്കെ കുടിച്ച് പോവാന്ന് വിചാരിച്ചതാ. മക്കള് പേടിക്കണ്ട, അമ്മ എന്താണോ മേടിച്ചേരാം പോരെ. രുക്മിണിക്കുട്ടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മതി. അവളിപ്പോ എന്നെ പോലെ വയസ്സായിട്ടുണ്ടായിരിക്കില്ലേ മക്കളെ? പോകാം അമ്മേ. ആ പോവാമോ? കണ്ണനെവിടെ? കണ്ണൻ പുറത്ത് നിൽക്കാം. ആ എല്ലാരും ഇറങ്ങുവാ, പോയിട്ട് വരാം. ഒരു യാത്ര കൊള്ളയാക്കി. കുരിപ്പൾ അമ്മ മാത്രം വന്നു മതിയായിരുന്നു. ഈ കുരിപ്പൾ എല്ലാവരും കൊണ്ടുവന്ന് എന്തിനാന്തോ. അമ്മേ സ്ഥലം അറിയെങ്കിൽ പറഞ്ഞു കൊടുക്കമ്മേ. മക്കളെ വർഷത്തിൽ എന്തോ നോക്കാന്ന് പറഞ്ഞ് നോക്കിയായിരുന്നോ? നോക്കിക്കൊണ്ടിരിക്കാം അമ്മേ. ഇനി കുറച്ചുകൂടെ പോവാണ്ട്, കുറച്ചുകൂടെ പോ ചേട്ടാ. ദൈവമേ, ഈ പെണ്ണിന്റെ വാക്കം കേട്ടോണ്ട് ഇറങ്ങിയ കുറച്ചു ദൂരം കൂടെ പോകാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ അങ്ങോട്ട് മലയും കൊന്നും കാടൊക്കെയാ. എന്റെ ദൈവമേ, അമ്മേ ചുമ്മാ അമ്മേ, പേടിക്കൊന്നും വേണ്ട. ഗൂഗിൾ പേ നല്ല വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഏട്ടാ ഒരു 5 മിനിറ്റ് കൂടെ പോയാൽ മതിയേ. ആ സ്റ്റോപ്പിൽ നിർത്തി തന്നാ മതി കേട്ടോ. ആ ശരി ശരി. അർഷദി കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുന്നത്. പൊന്നെ അമ്മേനെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കാം. അമ്മ ഒന്ന് തെറ്റിപ്പിക്കാതിരിക്കേ. അമ്മേ അമ്മേ ജ്യൂസ് ആണ് അമ്മേ. അടങ്ങിയിരിക്കും കുരിപ്പേ, വണ്ടിക്കത്തെ ഇവിടെ ജ്യൂസ് അടിക്കുന്നത്. ഇറങ്ങിയിട്ട് മേടിക്കാം മക്കളെ, അത് മിണ്ടാതിരിക്കേ. ആ ചേട്ടാ ആ സ്റ്റോപ്പിൽ നിർത്തിയാൽ മതി കേട്ടോ. ആ ശരി ശരി. കറക്റ്റ് ആണോ ഹർഷേ? എന്റെ പൊന്നമ്മേ കറക്റ്റ് ആണ്. ആ ഈ വഴി ഞാൻ പണ്ട് വന്നിട്ടുണ്ട് മക്കളെ. ആ ഇവിടെ തന്നെ രുക്മിണി താമസിക്കുന്നേ. കണ്ടാ കണ്ടെ പറഞ്ഞില്ലേ കറക്റ്റ് ആണെന്ന്. ഇപ്പോഴാ ഒരു ആശ്വാസം ആയത്. ചേട്ടാ അവിടെ നിർത്തിയാൽ മതി. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ആ ഇനി ഇതിനപ്പുറം വണ്ടികളൊന്നും അങ്ങോട്ട് കേറത്തില്ല കേട്ടോ. മലയും കുന്നൊക്കെ ആട്ടോ. വീടെത്തി എന്റെ പൊന്നു ചേട്ടാ, ഗൂഗിളിൽ കാണിക്കുന്നുണ്ട്. ആ ദൈവമേ, ഇവിടെയുള്ള ആളും പേരും ഒന്നും കാണാനില്ലല്ലോ എന്റെ പൊന്നമ്മേ. മക്കളെ വർഷേ, നീ നോക്കിയത് ശരിയായില്ലേ? അമ്മമ്മേ ഗൂഗിളിൽ ഇത് തന്നെ കാണിക്കുന്നേ. ഈ മലയുടെ മണ്ട കയറാനാ കാണിക്കുന്നത്. ഇനി ഈ പെണ്ണെ, ഇനി മലയുടെ മണ്ടയിൽ താഴെ ഇട്ടോളേ കേട്ടാ. വയസ്സായ അമ്മയാണ് മല കയറ്റാൻ പോണത്. അമ്മ ഗൂഗിൾ പറഞ്ഞു ശരി തന്നെ അമ്മേ. ഈ മല കയറി താഴെ ഇറങ്ങുമ്പോഴാ ആ രുക്മിണി അമ്മമ്മയുടെ വീട്. ശരിയായിരിക്കും മക്കളെ, പണ്ടാള് പറഞ്ഞുള്ള പാറപ്പുറത്തോട് നടക്കുന്ന കാര്യങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ആണോ അമ്മേ? എനിക്ക് പേടിയാവുന്ന പിള്ളേരെ കൊണ്ട് വരാനൊക്കെ.
അമ്മമ്മേ അമ്മമ്മയുടെ രുക്മിണി അമ്മ പറഞ്ഞിട്ടില്ലേ പാറ കഴിഞ്ഞിട്ടാണ് അമ്മമ്മയുടെ വീടെന്ന്? ആ പറഞ്ഞിട്ടുണ്ട് മക്കളെ. അവൾ ഒരുപാട് വട്ടം പാറയുടെ മണ്ടേന്ന് ഒന്ന് വീണിട്ടുണ്ടെന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അമ്മേ, ഈ മല കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോഴാ അമ്മമ്മയുടെ വീട്. എല്ലാരും വന്നേ വന്നേ, വാ 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 വാ. എന്റെ ദൈവമേ, അമ്മേ അമ്മയുടെ കാലുകൊണ്ട് പറ്റേ ഈ മലയുടെ മണ്ടേ കയറാനൊക്കെ? അതൊക്കെ കയറും. അമ്മമ്മയുടെ സുഹൃത്തിനെ കാണാൻ പോകുന്നതല്ലേ. ഈ മല അല്ലേ ആകാശമാണെങ്കിൽ അമ്മമ്മയുടെ വലിഞ്ഞ് കയറും. എല്ലാരും വന്നേ. മല എങ്കിൽ മല. ഇത്രയും നാളെ മല കയറിയിട്ടില്ല, ഒന്ന് മല കയറി കാണാം. എന്റെ അമ്മേ, ഇപ്പൊ ഒന്ന് വീഴേ. ഒന്ന് സാരില്ല അമ്മേ, ഈ മല പിറ്റിപ്പിലോണം കയറിയാ മതി. പൊന്നു വർഷേ, നീ അങ്ങോട്ട് തള്ളിയിട്ടളയേ. അമ്മ ഒന്ന് മിണ്ടാതെ പറമ്പക്ക് കയറാൻ നോക്കമ്മേ. ദൈവമേ, ഇവളെ എല്ലാത്തിനെയും കൊല്ലാനാണോ നീ മലയുടെ വേണ്ടി കൊണ്ടുവന്നത്? എന്റെ പൊന്നു വർഷ ഗൂഗിളിൽ ഒന്നൊന്ന് നോക്ക് വർഷേ. എന്റെ അമ്മയെ എങ്ങനെ കാണിച്ചാലും ഈ മല ഞാൻ കാണിക്കുന്നേ. എടി മക്കളെ, നീ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ മക്കളെ? എന്നെ കയറാം അമ്മേ. അമ്മേ ഞാൻ വന്ന് വീഴേ.